ശാന്തമായ ഈ വെളിച്ചത്തിലേക്ക്, ഈ അനുഭവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഇവിടെയൊന്ന് നിൽക്കൂ. ചുറ്റും ശാന്തമായൊന്ന് കണ്ണോടിക്കൂ. ആഴത്തിലൊന്ന് ശ്വാസമെടുക്കൂ. കണ്ടില്ലേ, നിങ്ങളുടെ മുന്നിലൊരു വലിയ ഗ്രന്ഥം. അതിലേക്ക് ആകാശത്തുനിന്നും അക്ഷരങ്ങളും വാക്കുകളും പെയ്തിറങ്ങുന്നതുപോലെ, അല്ലേ? ആ ഗ്രന്ഥത്തിൽ നിന്നൊരു ഇളം പ്രകാശം നിങ്ങളിലേക്കും ഒഴുകിവരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? മനുഷ്യന് ആദ്യമായി ലഭിച്ച ദൈവിക സന്ദേശമാണത്. അറിവിന്റെയും വെളിച്ചത്തിന്റെയും ഒരു ലോകത്തേക്ക് നമ്മെ വിളിക്കുന്ന ആദ്യത്തെ വാക്ക്. വായിക്കുക. എല്ലാം സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. അവൻ പേനകൊണ്ട് പഠിപ്പിച്ചു. മനുഷ്യനറിയാത്തതെല്ലാം അവൻ പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാവാതെ പകച്ചുപോകുന്ന നിമിഷങ്ങളില്ലേ? ഇരുട്ടിലൊരു വഴികാട്ടിയെ നമ്മൾ തേടാറില്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ സത്യത്തെയും മിഥ്യയും വേർതിരിക്കുന്ന ഒരു ഉരകല്ലാണ്, ഒരു മാനദണ്ഡമാണ് ഫുർഖാൻ. അതുകൊണ്ട് തന്നെ ഈ ദൈവിക ഗ്രന്ഥം മനുഷ്യർക്ക് വ്യക്തമായൊരു വഴികാട്ടിയാവുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അളവുകോലായി മാറുന്നു. ഇതിനു മുൻപ് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ ദൈവിക സന്ദേശങ്ങളുടെയും ഒരു തുടർച്ചയും പൂർത്തീകരണവുമാണിത്. ഈ സന്ദേശങ്ങളിലെ നന്മയും വെളിച്ചവും ലോകമെമ്പാടുമുള്ള ഒരുപാട് വലിയ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഇതിലെ ആശയങ്ങൾ മനുഷ്യരാശിക്ക് മുഴുവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വെളിച്ചം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ? ഈ മാർഗനിർദ്ദേശം നിങ്ങളുടെ ജീവിതയാത്രയെ എങ്ങനെയായിരിക്കും കൂടുതൽ പ്രകാശമുള്ളതാക്കുക? അറിവിന്റെ ഈ ദൈവിക വെളിച്ചം, അത് നമ്മെ സ്രഷ്ടാവുമായുള്ള ഏറ്റവും ആഴത്തിലുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു സംഭാഷണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ അനുഭവത്തിലേക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം.